നോക്കിയത് എന്തൊക്കെയായിരുന്നു? പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പറഞ്ഞു. 5 പോസ്റ്റുലേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. സിഗ്നിഫിക്കൻസ് ഓഫ് വേവ് ഫംഗ്ഷൻ, സൈയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോ അതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മളിനി നോക്കുന്നത്. പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എന്താണ് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കെമിസ്ട്രിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ റിയൽ കെമിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺജുഗേറ്റഡ് ഡൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ CH2 ഓക്കെ, ഇങ്ങനത്തെ ഒരു കോൺജുഗേറ്റഡ് ഓൾട്ടർനേറ്റഡ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ് കോൺജുഗേറ്റഡ് ഡയൻസ്. സോ കോൺജുഗേറ്റഡ് ഡയൻസിൻ്റെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? റെസണൻസ് ഉണ്ട്. ഇലക്ട്രോൺസിന് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇവിടെ കോൺജുഗേഷൻ ഉണ്ട്. സോ നമ്മൾ കോൺജുഗേറ്റഡ് ഡയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇലക്ട്രോൺസ് എന്താണ്? ഈ CH2 നിന്ന് ഈ CH2 വരെ ഇങ്ങനെ 1 ഡയമെൻഷൻ ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും ഈ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ അതൊരു കോൺജുഗേറ്റഡ് ഡയൻസിൽ ഇലക്ട്രോൺസിൻ്റെ എനർജിയും പിന്നെ വേവ് ഫംഗ്ഷനും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ ബോക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന് പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മളൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m. പാർട്ടിക്കിളിന് മാസ് m ഉള്ള പാർട്ടിക്കിളാണ്. ബൗൺസിങ് ബാക്ക് ആൻഡ് ഫോർത്ത് വോൾസ് ഓഫ് ദ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? x ഡയറക്ഷനിൽ മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ദിസ് സ്പേസ്. x is equal to 0, x is equal to a എന്ന് പറയുന്നത് സ്പേസിൽ കൺഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നില്ല? പാർട്ടിക്കിൾ പോകുന്നില്ല. ഇതിൻ്റെ പുറത്ത് ഓൺലി ഈ ഒരു റീജിയനിൽ മാത്രമാണ് പാർട്ടിക്കിൾ ഉള്ളത്. ഓക്കെ, ഈ ബോക്സിൻ്റെ വിഡ്ത്താണ് a എന്ന് പറയുന്നത്. ആൻഡ് ദർ ഈസ് എ പൊട്ടൻഷ്യൽ എനർജി V. ഓക്കെ, V ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ഇൻസൈഡ് V എന്ന് പറയുന്നത് നമുക്ക് ബോക്സിൻ്റെ ഇതാണ്. ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കാരണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പാർട്ടിക്കിൾ ഇതിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഔട്ട്സൈഡ് ദ ബോക്സ് V ഈക്വൽ ടു 0 ആണ്. ആൻഡ് ദെൻ ഇവിടെ എന്ന് പറയുന്നത് V ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് എന്ന് പറയുന്ന രീതിയിൽ ഔട്ട്സൈഡ് ദ ബോക്സ് അല്ല, ഇൻസൈഡ് ദ ബോക്സ് V 0 ആണ്. ഔട്ട്സൈഡ് ദ ബോക്സ് അല്ലെങ്കിൽ ആ ബൗണ്ടറിയിൽ എന്താണ്? V ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ 1 ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ത് ചെയ്തെടുത്തായിരുന്നു? ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. എന്തുകൊണ്ടാണ് ഡോ എക്സ് സ്ക്വയർ മാത്രം വന്നത്? ബിക്കോസ് ദ പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ഓൺലി ടു x ഡയറക്ഷൻ. ഓക്കെ, 8 പൈ സ്ക്വയർ m ബൈ എക്സ് സ്ക്വയർ E മൈനസ് V ഇൻറ്റു സൈ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് V ഇൻസൈഡ് ദ ബോക്സ് 0 ആയതുകൊണ്ട് V എന്ന് പറയുന്ന ആളെ അവോയ്ഡ് ചെയ്യാം. സോ ഈ സൈ എക്സ് എന്ന് വരും നമുക്ക്. ഓക്കെ, ഈ സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിൽ വരും. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മൾ പഠിച്ചു വെക്കണം. A സൈൻ 8 പൈ സ്ക്വയർ m E എച്ച് സ്ക്വയർ ബൈ ഹോൾ റേസ് ടു ഹാഫ് എക്സ് B കോസ് എന്ന് പറയുന്ന രീതിയിൽ ഈ ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, വേർ A ആൻഡ് B ആർ കോൺസ്റ്റൻസ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ എയും ബിയും എന്താണെന്നൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് വേവ് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഔട്ട്സൈഡ് ദ ബോക്സ് വി നോ ദാറ്റ് എന്താണ്? Vx is equal to ഇൻഫിനിറ്റി ആണ് നമുക്കറിയാം. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഔട്ട്സൈഡ് ദ ബോക്സ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ m ബൈ എച്ച് സ്ക്വയർ E മൈനസ് ഇൻഫിനിറ്റി സൈ എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? സൈ 0 ആവുമ്പോഴാണ്. സൈ എന്ന് പറയുന്ന ആൾ 0 ആവുമ്പോഴാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ വേർ ഔട്ട്സൈഡ് ദ ബോക്സ് സൈ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾ സൈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്?
നമ്മൾ സൈ എന്ന് പറയുന്ന ആളുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? സൈ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ആണ് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പർട്ടിക്കുലർ പാർട്ടിക്കിൾ ഇൻ ദാറ്റ് ആ ഒരു റീജിയണിൽ ആ പാർട്ടിക്കിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് സൈ സ്ക്വയർ കാണിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി സൈ സ്ക്വയർ 0 ആകുമ്പോൾ പ്രോബബിലിറ്റി 0 ആയും, അപ്പം സൈ 0 ആകുമ്പോൾ സൈ സ്ക്വയർ 0 ആവും, പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് ദ ബോക്സ് പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയില്ല. It is confined within the box. Okay, this means that psi must be 0 at walls of the box. Walls of the box il psi 0 ആണ്, at x is equal to a യും at x is equal to 0 യിലും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ, അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ഇങ്ങനെയായി മാറുന്നു. a sin 8 pi square me whole raised to half by h square into x. കാരണം എന്താണ്? Since the postulate of quantum mechanics requires I must be a continuous function of x, അപ്പോൾ എന്താണ്? b must be 0. അപ്പം എന്താണ്? x എന്ന് പറയുന്ന ആള് സൈ ഒരിക്കലും 0 ആകാൻ പാടില്ല. സൈ 0 ആയിക്കഴിഞ്ഞാൽ ഇൻസൈഡ് ദ ബോക്സും എന്തായിപ്പോവും? 0 ആയിപ്പോവും. ഇൻസൈഡ് ദ ബോക്സ് പക്ഷെ നമ്മുടെ പാർട്ടിക്കിൾ ഉണ്ട്, ആ പ്രോബിലിറ്റി 0 ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബി എന്തായിരിക്കണം? ബി എന്ന് പറയുന്ന ആൾ 0 ആണ്. അപ്പോൾ ആ ടേം അങ്ങ് പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇത് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ സൈ 0 ആവുന്നത് ഏത് കണ്ടീഷനാണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എ. നമ്മൾ ആ ഇത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, എ സൈൻ 8 pi square എക്സിന് പകരം എ ഇട്ട് കൊടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതിനകത്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നി ഇത് 0 ആകണം, അല്ലെ ഈ ടേം 0 ആകണം. ഓക്കെ, എ എന്ന് പറയുന്ന ആൾ 0 ആകത്തില്ല. ഓക്കെ, സോ ഈ ടേം ആയിരിക്കും സൈൻ 8 pi square me by h square whole raised to half into a ആയിരിക്കും ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതി വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് സൈൻ ഇവിടെ ഇപ്പുറത്ത് സൈൻ ആണല്ലോ വന്നത്. സോ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് വരുന്നത്, അല്ലെങ്കിൽ സൈൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു അകത്തെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു n പൈ. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ sin 8 pi square me by h square whole raised to half into a is equal to, അപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് അത് സൈൻ n പൈ ആണ്. സൈൻ n പൈ ആണ് സൈൻ 0 എന്ന് പറയുന്നത്. സോ രണ്ടിടത്തെയും സൈൻ ക്യാൻസൽ ആയി പോയിട്ട് കോഎഫിഷ്യൻസ് തമ്മിൽ ഈക്വൽ ആകുന്നു. ഓക്കെ, സോ ഓക്കെ n പൈ എന്ന് വരുന്നു. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുകയാണ് നമ്മൾ? ഇതിനകത്തുനിന്ന് എനർജിയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇനി എന്ത് വരുന്നു? 8 pi square me whole raised by h square. ഈ എ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുക n പൈ ബൈ എ എന്ന് പറയുന്ന രീതിയിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ വേറെ n ഈസ് ഈക്വൽ ടു 0 1 2 3 അത് കോണ്ടൻ നമ്പറാണ്. എന്ത് പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പറാണ് അത് വരുന്നത്. കോണ്ടൻ നമ്പേഴ്സ് ഇനി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഹെൻസ് അലൗഡ് ഇക്വേഷൻസ് ഫോർ, അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഈ വാല്യൂ 8 പൈ ഇതാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയത്. എന്തെന്ന് പറയുന്നത്? n പൈ ബൈ എ എന്ന് പറയുന്നത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് വരും? സൈ ഈസ് ഈക്വൽ ടു എ സൈൻ n പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന രീതിയിൽ വരും. ഓക്കെ, അതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷനിൽ. ഓക്കെ, സി എ സൈൻസ് n പൈ ബൈ എ ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എനർജി കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ റൂട്ട് കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്ക്വയർ ചെയ്താൽ മതി രണ്ട് സൈഡും. സോ ഓക്കെ, സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 8 pi square me by h square which is equal to n square pi square by a square. എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എനർജി ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതെല്ലാം കൂടി താഴെ ഡിവിഷനിൽ പോവും, ഇത് മുകളിലും പോവും. ഓക്കെ, എൻ സ്ക്വയർ എച്ച് സ്ക്വയർ പൈ സ്ക്വയർ ബൈ 8 pi square m a square. പൈ സ്ക്വയറും
ക്യാൻസൽ ആവും. സോ എനർജി എന്ന് പറയുന്നത് എന്ത് വരും? n²h²8ma². ഇതാണ് പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. നമ്മൾ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, ഇതാണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സി കണ്ടോ, n²h²8ma². ഇത് വളരെ എളുപ്പമാണ് ഇത് ഡിറൈവ് ചെയ്യാനായിട്ട്. നമ്മൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ അറിയണം, അതിനകത്ത് സൊല്യൂഷൻ അറിയണം. ആൻഡ് ദെൻ നമ്മൾ ബി എന്ന് പറയുന്ന ആളെ 0 ആയിട്ട് എടുക്കുന്നു. ആൻഡ് എന്താണ്, ഔട്ട്സൈഡ് ദ ബോക്സ് എന്താവുന്നു? പ്രോബബിലിറ്റി 0 ആകുന്നു. സോ ഔട്ട്സൈഡ് ദ ബോക്സ് പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയില്ല. ഇൻസൈഡ് ദ ബോക്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തിട്ട്. എന്നിട്ട് നമുക്ക് വേവ് ഫംഗ്ഷനും കിട്ടുന്നു, എനർജിയും കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എനർജി ക്വാണ്ടം നമ്പറിന് n എന്ന് പറയുന്നത് ഇവിടെ ക്വാണ്ടം നമ്പറാന്ന് പറഞ്ഞു. സോ എനർജി എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ്, പാർട്ടിക്കിൾ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റിജർ മൾട്ടിപ്പിൾസ്, ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ എന്ത് കാണത്തുള്ളൂ? ഇതിന് എനർജിക്ക് കാണത്തുള്ളൂ. സോ n ഈക്വൽ ഈ 1 എങ്ങനെ കാണാം? എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ E1 കിട്ടും. h²/8ma². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? E1 കിട്ടും അല്ലേ? സോ E1 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം E1 കിട്ടും. E2 എങ്ങനെ കിട്ടും? എന്നിന് 2 കൊടുത്താൽ മതി. സോ 4h²/8ma². അത് h²/2ma² എന്നൊക്കെ എഴുതാം. ഓക്കെ, E3 എങ്ങനെ കിട്ടും? 3² 9h²/8ma². സോ E1 h²/8ma². അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. E1 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. 0 പോയിന്റ് എനർജി ചോദിച്ചാൽ നമ്മൾ എഴുതണം എന്തെന്ന് പറയുന്നത് മിനിമം എനർജി. ഓക്കെ, മിനിമം എനർജിയാണ് 0 പോയിന്റ് എനർജി. മീൻസ് എന്താണ്? n = 1 സ്റ്റേറ്റിൽ വരുന്ന എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എനർജിയുടെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതാണ് നമ്മൾ വേവ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇത് സൈ പ്ലോട്ട് ചെയ്തേക്കുവാണ്, ഇത് ψ² പ്രോബബിലിറ്റി പ്ലോട്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം സൈ എന്ന് പറയുന്നത് എപ്പോഴും വേവ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേത് കണ്ടിന്യൂസ്, എവിടെ കണ്ടിന്യൂസ് രീതിയിലാണ്, കണ്ടിന്യൂസ് വേവ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇത് എനർജിക്ക് n എന്ന് പറയുന്നത് n = 1 ആണിത്. n = 2ൻ്റെ എനർജിയാണ്. n = 3, n = 4. അങ്ങനെയാണ് ഈ എനർജീസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷൻ ബോക്സ് ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും ഡെറിവേഷനും എഴുതണം, ഈ ഒരു ഡയഗ്രാം പ്ലോട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഈ എ എന്ന് പറയുന്നത്. നമ്മൾ വേവ് ഫംഗ്ഷനിൽ ഒരു എ എന്ന് പറയുന്ന ടേം കണ്ടായിരുന്നല്ലോ, എ. അപ്പോൾ ഈ ആളെ കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്, നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ്. ഓക്കെ, സോ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സോ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നോർമലൈസേഷൻ വേവ് ഫങ്ഷൻസിൻ്റെ പോസ്റ്റുലേറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്തെന്ന് പറയുന്നത്, ഇൻറ്റഗ്രൽ ψ dτ = 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. വേവ് ഫങ്ഷൻസ് നോർമലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ψ എന്ന് പറഞ്ഞാൽ ψ², ഇൻറ്റഗ്രൽ ψ² dx = 1, dτ = 1 എന്ന് നമുക്ക് എഴുതാനായിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ നോർമലൈസേഷൻ കാണാൻ പോകുന്നത്. സോ ഇവിടെ നമുക്കറിയാം ψ എന്താണ്, a sin nπx/a ആണ്. ഓക്കെ, സോ അതിട്ട് കൊടുക്കുന്നു. ഇൻറ്റഗ്രൽ 0 to a ആണ് ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ a² കോൺസ്റ്റൻ്റ് ആണ്, a² പുറത്തെടുക്കുന്നു. ഓക്കെ, a² × ഇൻറ്റഗ്രൽ sin² nπx/a
ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, സൈൻ എൻ പൈ എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് 1/2 1 മൈനസ് 2 കോസ് തീറ്റ. 1/2 ഇൻറ്റു 1 മൈനസ് 2 കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ എന്തായാലും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നായിരുന്നു ഇക്വേഷൻ. സോ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് 1/2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. സോറി, ഇങ്ങനെയല്ല, വൺ മൈനസ് കോസ് 2 തീറ്റ എന്നാണ്. സോറി, തെറ്റിപ്പോയതാണ്. 1/2 ഇപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. സോ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും? ഇതാണ് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ എങ്ങനെ എഴുതും നമ്മൾ? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2n പൈ എക്സ് ബൈ എ ഡി എക്സ്. ഓക്കെ, നമ്മൾ ഈ ടേം ഇതിനകത്തോട്ട് എഴുതുന്നു, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, സോ എ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു എ. ഇതിന് 1/2 എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? 1/2 കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ എ സ്ക്വയർ ബൈ 2 എന്ന് വരും. സോ ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിൽ 0 ടു എ എ സ്ക്വയർ ബൈ 2 ഇൻറ്റഗ്രൽ 0 ടു എ. എങ്ങനെ എഴുതാം? 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ 0 ടു എ കോസ് 2n പൈ എക്സ് ബൈ എ ഡി എക്സ്. ഇതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് സൈൻ 2n പൈ എക്സ് ബൈ എ എന്നാണ് വരുന്നത്. കോസ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? സൈൻ എക്സ് ആണ്. ഓക്കെ, സോ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇതെന്താണ്? ഡി എക്സ് എക്സ് എന്നാണ് നമുക്ക് വരുന്നത്. എക്സ് 0 ടു എ മൈനസ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ 2n പൈ എന്ന രീതിയിൽ. ഇത് മാക്സിൻ്റെ ഇതാണ്. എന്താണ്? കോസ് എൻ എക്സ് ബൈ എ എന്ന് പറയുന്നത് എ ബൈ എൻ എക്സ് ഇൻറ്റു സൈൻ 2n പൈ എക്സ് ബൈ എ എന്ന് പറയുക ആ സാധനമാണ് വരുന്നത്. ഓക്കെ, സൈൻ 2n പൈ എക്സ് ബൈ എ ഇൻറ്റു 0 ടു എ. സോ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ലിമിറ്റ് കൊടുക്കുമ്പോഴും 0 ആയി പോവും ആ ടേം. സോ നമുക്ക് ബാക്കി വരുന്നത് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇതിന് എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എ മൈനസ് 0 എ ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതിവിടെ എല്ലാം ഈക്വൽ ടു 1 ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ നമുക്ക് എ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? എ സ്ക്വയർ ഈക്വൽ ടു എ ബൈ 2. എ ഈക്വൽ ടു എ ബൈ 2 അല്ല, റൂട്ട് 2 ബൈ എ. ഓക്കെ, 2 ബൈ എ, കാരണം 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും, എ ഡിവിഷനിലാണല്ലോ വരുന്നത്. സോ എ എന്ന് പറയുന്നത് റൂട്ട് 2 ബൈ എ. ഓക്കെ, റൂട്ട് 2 ബൈ എ എന്ന് ആണ് നമ്മുടെ എ വരുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്. റൂട്ട് 2 ബൈ എ ആണ് നമുക്കത് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് ഡിറൈവ് ചെയ്യുന്നത്. സി എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ എ. ഓക്കെ, അപ്പോൾ നമ്മുടെ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ രീതിയിൽ സൈ എക്സ് ഇസ് ഈക്വൽ ടു 2 ബൈ എ ഹോൾ റേസ് ടു 1/2 സൈ എൻ ബൈ എക്സ് ബൈ എ എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ.